ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്കാണ് ക്യാരറ്റ് ബോൾസ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ വലിയൊരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 2-3 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഇത് നല്ല വലുതാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്നാം ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലി ഇതുപോലെ പീലറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് കളയാം. തൊലി കളഞ്ഞെടുക്കണം ആദ്യം. തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി ഇട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. തൊലി കളഞ്ഞ് വെച്ചിട്ട് കഴുകാതിരിക്കുന്നത്, 2 സൈഡും കട്ട് ചെയ്ത് പിന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ ഇതാ ഞാനിതുപോലെ അതിൻ്റെ നടുക്കൊന്ന് വരിഞ്ഞു കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്യണത്. പക്ഷേ ചെറിയ ഷേപ്പ് കനം കുറഞ്ഞിട്ട് ചെറിയ സൈസ് ആക്കണമെന്ന് മാത്രം. ഏത് രീതിയിൽ വേണമെങ്കിൽ കട്ട് ചെയ്യുക, ചെറിയ സൈസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ആക്കിയിട്ട് ചെറിയ സൈസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വീഡിയോ ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല, അപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്യാൻ പറയണത്. വലുതാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് അരഞ്ഞ് കിട്ടില്ല കറക്റ്റായിട്ട്. അതിനുശേഷം ഇട്ട് കൊടുത്ത് ഒരു എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ എനിക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് അടിച്ചു കൊണ്ടുവരിക. അടിച്ചു കൊണ്ടുവരുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ ക്യാരറ്റിൻ്റെ അടുത്ത് അരി ഒന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് അരിഞ്ഞിട്ട് വേണം നമുക്ക് കിട്ടാൻ കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. പിന്നെ അരച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ആ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് ഏലക്കയുടെ പൊടിയില്ലേ, ഏലക്ക പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് നമ്മളിവിടെ അടിച്ചു വെച്ച ക്യാരറ്റിൻ്റെ മിക്സിൽ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു ഫോർക്ക്, ഞാൻ ഇവിടെ ഫോർക്കാകുമ്പോൾ പെട്ടെന്ന് ലൂസായി കിട്ടും കേട്ടോ. ഫോർക്ക് കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ബീറ്ററുണ്ടെങ്കിൽ അങ്ങനെ അത് വെച്ച് ചെയ്യുക. അതെല്ലാം മിക്സാക്കി കൊടുക്കുക. ഈ മൈദയും അതുപോലെ തന്നെ ക്യാരറ്റ് അടിച്ചു വന്നതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതോടെ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വരും. നമുക്ക് എത്രയും കട്ട് വേണം, കുറച്ച് ലൂസ് വേണം, അതായത് ഓവർ ലൂസും പാടില്ല. അതായത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുത്തിടാൻ കിട്ടുന്ന രീതിയിൽ വേണം നമുക്കത് കിട്ടാൻ. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാല് നമുക്കങ്ങനെ കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ അറിയില്ല ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണ്ട നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് ആദ്യം ഇട്ട് നോക്കണം നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടോ എന്താണ്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ അത്ര ആക്കിയാൽ മതി. ഓവർ ആയിട്ട് ലൂസാക്കാൻ പാടില്ല. നിങ്ങൾ പാലൊക്കെ ഒഴിച്ചിട്ട് ലൂസ് ആവുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് കൈ കൊണ്ട് എടുക്കുന്ന ആ ഒരു പരിവാക്കി എടുക്കണം കേട്ടോ. ഇനി പാൻ ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കിത് കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക. സ്പൂണായിട്ട് നല്ലത് കൈ കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇതിൽ വരിക. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇടാൻ പറ്റുന്ന ആ ഒരു ബാറ്ററിൻ്റെ ആ ടൈപ്പാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് ഇടുമ്പോൾ പറ്റുന്നില്ല. അതുപോലെ ഒരു ഓവർ ലൂസായ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് പരന്ന് പോവും. അപ്പോൾ ഈ ഒരു കറക്റ്റ് സൈസിലാണ്. പിന്നെ ഒരുപാട് തിക്കായിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് കൊടുക്കരുത്. നമ്മൾ വിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ആദ്യം നമ്മൾ എണ്ണ ചൂടാനൊക്കെ കൂടെ ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയത്തിലിടുക കേട്ടോ ഫ്ലെയിം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, ഉള്ളു കറക്റ്റായിട്ട് വേവില്ല. പുറത്തൊക്കെ നല്ല കരിയും, പെട്ടെന്നാവും, ഉള്ളു ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. എണ്ണയൊക്കെ ചൂടായതിനു ശേഷം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയത്തിലിടുക കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും. ഞങ്ങൾ തിരിച്ചും മറിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ ഓരോ ട്രിപ്പായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടാൻ ബാക്കിയുണ്ട്, ഒരു ട്രിപ്പിന് ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം തിരിച്ചും മറിച്ചും നമുക്ക് ഇട്ട് കൊടുത്താൽ അതൊക്കെ ഇതുപോലെ എടുക്കാം കേട്ടോ. മീഡിയത്തിൽ തന്നെ ഫ്ലെയിം ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ഉള്ളു വേവാതെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ അതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ഏലക്കയുടെ അതൊക്കെ ഇട്ടുകൊണ്ട് നല്ല മധുരം, നല്ല സോഫ്റ്റാണ്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല കിടിലൻ സ്നാക്കാണ്. ക്യാരറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.